ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ആർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ ഓർ ഫോൾസ്? ഗിവ് റീസൺ ഫോർ യുവർ ആൻസേഴ്സ്. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞിരിക്കുന്നത്? എവറി ഹോൾ നമ്പർ ഇസ് എ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഹോൾ നമ്പർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ 0, 1, 2, 3 എക്സെട്ര ഇതാണ് ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഹോൾ നമ്പേഴ്സ്. ഇനി നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ 1, 2, 3, 4 എക്സെട്ര ഇതാണ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, എവറി ഹോൾ നമ്പർ എന്ന് പറയുമ്പോഴത്തേക്കും നാച്ചുറൽ നമ്പർ ആണോ? അല്ല. റീസൺ എന്താ? എവറി ഹോൾ നമ്പർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ ഇതെല്ലാം പെടും, ശരിയല്ലേ? പക്ഷേ 0 നോക്കിക്കേ, എല്ലാം ഉണ്ട്. 1, 2, 3 എക്സെട്ര എല്ലാം നമുക്ക് നാച്ചുറൽ നമ്പേഴ്സാണ്. അതെല്ലാം നമുക്ക് ഹോൾ നമ്പേഴ്സിനകത്തും ഉണ്ട്. പക്ഷേ എന്തില്ല? 0 ഇല്ല. അപ്പോൾ എവറി ഹോൾ നമ്പർ ഇസ് നാച്ചുറൽ നമ്പർ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ഹോൾ നമ്പറിനകത്ത് 0 വരും, പക്ഷേ നാച്ചുറൽ നമ്പറിനകത്ത് 0 വരില്ല. ഓക്കെ, സോ ഇറ്റ് ഇസ് എ ഫോൾസ്. അടുത്തത്, എവറി ഇൻറ്റീജർ ഇസ് എ റാഷണൽ നമ്പർ. ഓക്കെ, ഇൻറ്റീജർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ? ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നമ്പർ. ഓക്കെ, -1, -2 അങ്ങനെ പോകുന്ന നമ്പേഴ്സ്, 0, പിന്നെ പോസിറ്റീവ് നമ്പേഴ്സ്. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം റാഷണൽ നമ്പർ ആണെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എല്ലാ ഇൻറ്റീജറും റാഷണൽ നമ്പർ ആണെന്ന്. ഓക്കെ, റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? എനി നമ്പർ വിച്ച് ക്യാൻ ബി റിപ്രസെൻറ്റ് ദ ഫോം P/Q. P/Qയിൽ എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സും എന്ത് നമ്പേഴ്സാണ്? റാഷണൽ നമ്പേഴ്സാണ്. ഇപ്പോൾ ഈ ഇൻറ്റീജേഴ്സ് ഇത് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും, എക്സ്റ്റെൻഡ് ആയി പോയിക്കൊണ്ടിരിക്കും. ഇതിൽ ഏത് നമ്പർ എടുത്തുകഴിഞ്ഞാലും എനിക്ക് എന്ത് ചെയ്യാം? P/Q എന്ന് എഴുതാം, ശരിയല്ലേ? ഇപ്പോൾ ഞാൻ 1 എടുത്തു, 1/1, ശരിയല്ലേ? 2 എന്ന് പറഞ്ഞാൽ എന്താ? 2/1. 3 എന്ന് പറഞ്ഞാൽ 3/1. 0 എന്ന് പറഞ്ഞാൽ 0/1. -1 എന്ന് പറഞ്ഞാൽ -1/1. ഓക്കെ, എല്ലാത്തിനും ഒരു ഒന്നും ഇല്ലെങ്കിൽ അടുത്ത ഡിനോമിനേറ്റർ 1 ഉണ്ടെന്നാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എനിക്ക് എന്താ? P/Q ഫോമിൽ എഴുതാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എവറി ഇൻറ്റീജർ ഇസ് എ റാഷണൽ നമ്പർ. ഓക്കെ, അപ്പോൾ അതെന്താണ്? ട്രൂ ആണ്. ലാസ്റ്റ് ഒന്ന് നോക്കാം. എവറി റാഷണൽ നമ്പർ ഇസ് എൻ ഇൻറ്റീജർ. അതാണ് പറഞ്ഞേക്കണത്. ഓക്കെ, റാഷണൽ നമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? നമുക്ക് P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പറാണ്. ഓക്കെ, ഇനി പക്ഷേ ഇപ്പം ഞാൻ പറയട്ടെ, എവറി റാഷണൽ നമ്പർ എന്ന് പറയുമ്പോൾ എന്താ? ഫ്രാക്ഷനാണ്, ശരിയല്ലേ? P/Qയിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഞാൻ 3/5 പറയുകയാണ്. ഇതൊരു ഇൻറ്റീജർ ആണോ? അല്ല, ഇതൊരു ഫ്രാക്ഷനാണ്, അല്ലേ? ഇൻറ്റീജേഴ്സ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ്, പോസിറ്റീവ് നമ്പേഴ്സ് എലോങ് വിത്ത് 0, അതാണ് ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതിനകത്ത് ഫ്രാക്ഷൻ വരില്ല, അല്ലേ? 2/5 ഇതൊരു റാഷണൽ നമ്പറാണ്, ശരിയല്ലേ? ഇത് P/Q ഫോമിലല്ലേ ഇരിക്കുന്നേ. അപ്പോൾ ഇതൊരു റാഷണൽ നമ്പറാണ്, പക്ഷേ എന്തല്ല? ഇതൊരു ഇൻറ്റീജർ അല്ല, അല്ലേ? അപ്പോൾ ഇറ്റ് ഈസ് ഫോൾസ്. ഓക്കെ, അത്രേ ഉള്ളൂ.